ചില ഡ്രസ്സിനെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് യൗസപിതാവിന് മാലാഖ ദർശനത്തിൽ പറയുകയാണ്, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യാനായിട്ട് പറയുകയാണ്. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക എന്ന് പറയുകയാണ്. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിന് തൊട്ട് മുമ്പുള്ള ഭാഗത്ത് നമ്മൾ കണ്ടത് അവിടെ ജ്ഞാനികളായിട്ടുള്ള 3 പേര് വന്നിട്ട് ഈശോയെ ആരാധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കിഴക്ക് കണ്ട നക്ഷത്രം മുന്നോട്ട് നീങ്ങുന്നു. ആ നക്ഷത്രത്തെ അനുഗമിച്ച് ആ ജ്ഞാനികൾ വന്നു ചേരുന്ന പുൽക്കൂട്ടിലാണ്. മാതാവും യോസപിതാവും നോക്കുമ്പോൾ ജ്ഞാനികളായിട്ടുള്ള 3 പേര് വരുന്നു. അവർ തങ്ങളുടെ മകനെ കുമ്പിട്ട് ആരാധിക്കുന്നു. വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. അവർ പോയതിനു ശേഷം ഉടനെ തന്നെ മാലാഖ വന്നിട്ട് ഒരിത്തിരി ഭീതി ഉളവാക്കുന്ന ഒരു വാർത്ത പറയുകയാണ്. ഉടനെ തന്നെ രാജാവ് ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ടുള്ള ഉത്തരവിടും. അത് കാരണം നീ പെട്ടെന്ന് എണീറ്റ് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാനായിട്ട് പറയുകയാണ്. ഒരു തരത്തിൽ നോക്കിയാൽ ഒരു സമയത്ത് ഭയങ്കര സന്തോഷത്തിന്റെ സമയമായിരുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ ഒരു ഭീതി ഉളവാക്കുന്ന ഒരു സന്ദേശം കേൾക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അവസ്ഥ ഉണ്ടാകാം. ഒരു ദിവസം ഭയങ്കര സന്തോഷത്തിന്റെ ആകാം, പക്ഷെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖം കടന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുകയാണ്, സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും ദൈവം നിന്റെ കൂടെയുണ്ട്, ദൈവം നിന്നെ വഴി നടത്തും എന്ന് പറയുകയാണ്. യോസപിതാവിന് സന്തോഷത്തിന്റെ സമയത്തായാലും സങ്കടത്തിന്റെ സമയത്തായാലും വഴി നടത്താനായിട്ടൊരു ദൈവം ഉണ്ടായിരുന്നു എന്ന് ഇന്നത്തെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിലും സങ്കടത്തിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്, അവൻ നമ്മളെ നയിക്കാനായിട്ട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടെ മുന്നോട്ട് നീങ്ങാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.